നമ്മുടെ PH സോപ്പ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് പുറത്ത് കൊടുത്തിട്ട് നോക്കാം. വാവ്, എന്താ രസമുണ്ട്. ശരിക്കും PH സോപ്പിൻ്റെ അതേ ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പിയേഴ്സ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ 1 കിലോ സോപ്പ് ബേസ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും പിയേഴ്സിൻ്റെ കളറും വരുന്നത്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിറ്റാണ് 1 കിലോൻ്റെ സോപ്പ് ബേസിൽ നമ്മൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 1 കിലോ ബേസ് വെച്ചിട്ട് എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയാണ് പിയേഴ്സ് കളർ കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യണതൊന്നും ഞാൻ കാണിക്കണില്ല. അതുപോലെ തന്നെ മെൽറ്റ് ആക്കണതും ഞാൻ കാണിക്കണില്ല. എല്ലാ വീഡിയോസിലും നമ്മൾ കട്ട് ചെയ്യണതും മെൽറ്റ് ചെയ്യണതും ഒക്കെ കാണിക്കണത് കൊണ്ട് തന്നെ കാണുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൽറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതൊന്നും ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മെൽറ്റ് ആക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രാഗ്രൻസ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കളറും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിയേഴ്സിൻ്റെ ലിക്വിഡാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഏകദേശം പിയേഴ്സിൻ്റെ കളറായി കഴിഞ്ഞാൽ നമുക്ക് കളറ് നിർത്തിയാൽ മതി. അതുവരെ നമ്മൾ കളറ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ, അതായത് ഇനി ടീസ്പൂൺ കണക്ക് അറിയാത്തവർക്ക് വേണ്ടി 20 ml ആണ് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണത്, ഫ്രാഗ്രൻസ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 1 കിലോ ബേസിലേക്ക് 20 ml ആണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതിൽ കട്ട് ചെയ്തിട്ട് ആയിട്ടുണ്ട്, കട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് നിങ്ങളോട് പറയണത്. ഇപ്പം നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്ക് എത്ര സോപ്പ് നമുക്ക് ഈ 1 കിലോ ബേസ് കൊണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് പിയേഴ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പിയേഴ്സിൻ്റെ മോൾഡ് ഉണ്ട്, പിയേഴ്സിൻ്റെ കളറുണ്ട്, പിയേഴ്സിൻ്റെ സ്മെല്ല് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര സോപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് 1 കിലോ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര സോപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോസിലൂടെ തന്നെ കണ്ടറിയാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്ര രൂപക്കാണ് സോപ്പ് ബേസ് കൊടുക്കണതെന്നും സോപ്പ് എത്ര രൂപക്കാണ് കൊടുക്കണമെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോയി കയറി നോക്കുക. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾക്ക് അപ്പം കിട്ടുന്ന ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അപ്പം തന്നെ അതിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇപ്പോൾ ഇതിൽ എത്ര സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. 11 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മിനിമം എന്തായാലും 10 സോപ്പ് കിട്ടാതിരിക്കില്ല. 10 സോപ്പ് അല്ലെങ്കിൽ 11 സോപ്പ്, അതാണ് കണക്ക്. ഇതിപ്പോൾ നമ്മൾ നന്നായി ബാറ് ഞങ്ങൾക്ക് കാണിച്ചു തന്നെങ്കിലും നമ്മൾ പീസ് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് പീസ് നമ്മൾ എടുത്തിട്ട് ആണ് നമ്മൾ മെൽറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് പീസിൽ ചിലപ്പോൾ ഒരു കയറ്റിറക്കം വന്നിട്ടുണ്ടാവും. 1 കിലോയിൽ ചിലപ്പോൾ എന്തെങ്കിലും കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് 11 സോപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മിനിമം നമുക്ക് 10 സോപ്പാണ് കിട്ടുക. ഇനി നമ്മുടെ കയ്യിൽ റബ്ബിങ് ആൽക്കഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പതിയും കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകി അതിൻ്റെ അടിച്ച് കളയാം. അപ്പോൾ കണ്ട, അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പിയേഴ്സ് സോപ്പ് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. സോപ്പ് ബേസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കോണ്ടാക്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.